ഹായ് ഡിയർ, വെൽക്കം ബാക്ക്. ഇപ്പോൾ വേനൽക്കാലമാണ്. വേനലിൽ കുടിക്കാൻ പറ്റിയ നല്ല രുചികരമായിട്ടുള്ള ഹെൽത്തി ഡ്രിങ്കാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. നമ്മൾ മോരും വെള്ളമൊക്കെ കഴിക്കാറുണ്ട്, പക്ഷേ അതിനേക്കാളും ടേസ്റ്റാണ് ലസ്സിക്ക്. കുഞ്ഞുങ്ങൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ലസ്സി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ലസ്സി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പുളി കുറഞ്ഞ 1 കപ്പ് തൈര് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള തൈര് എടുക്കുന്നതിനേക്കാളും പുളി കുറഞ്ഞ തൈര് എടുക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ യോഗർട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വെള്ളവും കുറവാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഹാൻഡ് വിസ്ക് വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. കട്ട പിടിച്ച് കിടക്കുന്നതൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ടിട്ട് 1-2 പ്രാവശ്യം കറക്കി എടുത്താലും മതി. കൂടുതൽ സമയം ബീറ്റ് ചെയ്യേണ്ട. അപ്പം നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പോൾ എടുത്തതേ ഉള്ളൂ കേട്ടോ. നല്ല തണുപ്പുണ്ട്. ഇനി ഇതിലോട്ട് 1/4 കപ്പ് തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കാം. തൈരിൽ വെള്ളം കൂടുതലാണെങ്കിൽ പാൽ കുറച്ച് ചേർത്താൽ മതി. ലസ്സിയുടെ കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാൽ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ പാലിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളവും ചേർക്കാം. പാൽ ചേർക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. പാൽ നല്ല തണുപ്പിച്ചാണ് ഇതിലോട്ട് ചേർത്തിരിക്കുന്നത്. പാൽ നല്ലവണ്ണം തിളപ്പിച്ചിട്ട് ചൂട് മാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുക. 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര പൊടിച്ച് തന്നെ ചേർക്കുക, എന്നാലേ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടുള്ളൂ. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ. 2 നുള്ള് ഏലക്കപ്പൊടി, 3-4 തുള്ളി റോസ് വാട്ടറൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. 3-4 ഐസ് ക്യൂബ്സ്. ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ലസ്സി റെഡി ആയിട്ടുണ്ട്. ഇനി സെർവ് ചെയ്യുന്ന പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് ഉണ്ടാക്കിയാൽ ഉടനെ കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നതെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുക കേട്ടോ. തണുപ്പോടെ തന്നെ കഴിക്കണം. ഇനി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പിസ്ത അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്. കപ്പലണ്ടിയോ അണ്ടിപ്പരിപ്പോ ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ വേനൽക്കാലത്ത് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒന്നും വാങ്ങി കുടിക്കാതെ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കുക. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പീസിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.